കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ബിബി വീട്ടിൽ നടന്ന ജ്യൂസ് മത്സരം, അതായത് ജ്യൂസ് ഫാക്ടറിയുടെ പ്രശ്നങ്ങൾ ഉണ്ടായത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. എന്നാലും ഞാൻ പറയുകയാണ്. അപ്പം നമുക്ക് കുറച്ച് ഭാഗമൊക്കെ അത് കണ്ടു നോക്കാം. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആദിലയും നൂറയുമാണ്. ഇവരെന്തിനാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുമ്പോൾ ഇവർക്ക് നെഗറ്റീവ് വരുമെന്ന് ഇവർ ചിന്തിക്കുന്നില്ല. സത്യത്തിൽ അനീഷ് ആ ബോട്ടിൽ അത്രയും നന്നായി തന്നെയാണ് അത്രയും ബോട്ടിൽ നിറച്ച് വെച്ചത്. ആദില വന്ന് എന്തോന്ന് പറഞ്ഞപ്പോൾ അനീഷ് വെള്ളം എടുത്ത് കോരി ഒഴിക്കുന്നുണ്ട്. അത് ഇതിന് മുമ്പുള്ളൊരു ചെറിയൊരു വിഷു കൊണ്ടായിരിക്കാം. അപ്പോൾ തന്നെ ആ വെള്ളം അത്രയും ആ പാത്രത്തിലുണ്ടായിരുന്ന വെള്ളം മൊത്തം മറിച്ച് കളയുകയാണ്. ജ്യൂസ് മൊത്തം മറിച്ച് കളഞ്ഞ ആദില. അവിടെ നിന്ന് നൂറയും ആദിലയും അനീഷിനെ വല്ലാണ്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവരിത് ടെസ്റ്റിന് കൊണ്ടുപോയ സമയത്ത് അവിടെ നിന്ന് ഇത് മുടിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അനീഷ് അപ്പോഴും കുറേ വർത്തമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അത് ഏറ്റുപിടിക്കാനായിട്ട് നമ്മുടെ അക്ബറും അവിടെ വന്നു. അതിനുശേഷം അവിടെ 2 കുപ്പി അവർ സെലക്ട് ചെയ്ത് വെച്ചിരുന്നു. ടെസ്റ്റ് ചെയ്തതിന് ശേഷം 2 കുപ്പി അവിടെ മാറ്റി വെച്ചിരുന്നു. ആ 2 കുപ്പി ഷാനവാസ് എടുത്ത് ജിസൈലിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ജിസൈൽ അത് ആര്യൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ആര്യൻ അത് നെവിനൊക്കെ കൊണ്ടേ കൊടുക്കുന്നുണ്ട്. ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ 2 കുപ്പി എടുത്ത് ജിസൈലിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ ഫലപ്രഖ്യാപനം നടത്തണമല്ലോ ആ സമയത്ത്. പക്ഷെ എന്തായാലും ആ ബോട്ടിൽ അവിടെ ആര്യനാണ് കള്ളത്തരം കാണിച്ചത്. അതുപോലെ തന്നെ അനീഷ് ബോട്ടിലൊക്കെ ചവിട്ടിയപ്പോൾ ആദില നൂറ അവിടെ നിന്ന് പറയുന്നുണ്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ ഇങ്ങനെ ചവിട്ടി മെതിക്കരുത് എന്ന്. പക്ഷേ ഇവർ ചെയ്തത് എന്താണ്? അത്രയും വെള്ളം ഇവർ മറച്ച് കളഞ്ഞില്ലേ. അതവർ പറഞ്ഞത് കാര്യം തന്നെയാണ്. ഭക്ഷണ പദാർത്ഥം നമ്മൾ അങ്ങനെ ചവിട്ടി അരയ്ക്കാൻ പാടില്ല, അതൊരു സത്യം തന്നെയാണ്. പക്ഷേ ഇവർ ചെയ്തത് നേരെ വിപരീതമല്ലേ. ഇന്ന് അവിടെ പ്രശ്നമുണ്ടാക്കിയത് ആദില നൂറയാണ് തുടക്കമിട്ടത്. ഈ ആദില നൂറ എന്തിനാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇപ്പോൾ ആദില ശരിക്കും അവിടെ ഡബിൾ സ്റ്റാൻഡ് കളിച്ചുകൊണ്ട് നടക്കുകയാണ്. അവിടെ ഇവിടെയും ബിന്നിയുടെ ഒരു സ്വഭാവം ആദിലയ്ക്ക് കിട്ടിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ശൈത്യമായിരുന്നു അവിടെ കട്ടപ്പ. ഇപ്പം നേരെ കട്ടപ്പയായി മാറിയിട്ടുള്ളത് നമ്മുടെ ആദില നൂറയാണ്. നൂറ ചില സമയത്ത് വയലൻ്റ് ആവുന്നുണ്ട്. കാര്യങ്ങളൊന്നും ഇവർക്ക് വ്യക്തതയില്ല. ഇന്ന് നടത്തിയ ടാസ്ക് മൊത്തം ഇവർ കൊളാക്കി. ആദില അതിൻ്റെ ഇടയ്ക്ക് ജ്യൂസ് എടുത്ത് നെവിന് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അതാ ഒരു ഇഷ്യൂ തീർക്കണമല്ലോ. വൃത്തികെട്ട കളിയാണ് ഈ ബിഗ് ബോസിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യത്തിൽ പറയുകയാണെങ്കിൽ ഈ ബിഗ് ബോസ് കാണാൻ തന്നെ താല്പര്യമില്ലാതായി തുടങ്ങി. ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ അനീഷ് ഉള്ളതിനെ കൊണ്ടാണ് ആ ഒരു ബിഗ് ബോസ് കാണുന്നത് തന്നെ.